ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീടിൻ്റെ റിനോവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു എസ്തെറ്റിക്കൽ പർപ്പസ് എന്നുള്ളൊരു കൺസേൺ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യാതെ അതിലൊരു കറക്റ്റായിട്ടൊരു ഫംഗ്ഷനും അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റണ്ണിങ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു ഡിസൈനെ കൊണ്ടുവരാൻ പറ്റിയത് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ്ങും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ഫംഗ്ഷനിങ്ങും കൺസേൺ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻ മുന്നോട്ട് നീക്കിയത് കൊണ്ടാണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളവരുടെ ഡിസൈനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കൺസേണിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസൈൻ എന്ന് എനിക്ക് തോന്നുന്നു. പ്രാക്ടിക്കലായിട്ടും ക്ലയൻറ്റിന് ഏറ്റവും യൂസബിൾ ആയിട്ടുള്ള രീതിക്ക് അവർ ഏരിയനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് ഇതിനെ ഏറ്റവും ഫങ്ഷണബിളായിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.